നമസ്കാരം. ഭൂമിയിലെ ഏറ്റവും വിനാശകാരിയായ പ്രകൃതി പ്രതിഭാസങ്ങളിലൊന്നായ ചുഴലിക്കാറ്റുകൾ സമുദ്രോപരിതലത്തിലും മനുഷ്യവാസ മേഖലകളിലും വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കാറുണ്ട്. എന്നാൽ ശക്തമായ ഒരു ചുഴലിക്കാറ്റിന് ഭൂമിയുടെ ഉപരിതലത്തെ മാത്രമല്ല, അതിന് മൈലുകൾക്ക് മുകളിലുള്ള അന്തരീക്ഷ പാളികളെപ്പോലും ഉലയ്ക്കാൻ കഴിയുമെന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ശാസ്ത്രലോകത്തിന് ലഭിച്ചിരിക്കുകയാണ്. പസഫിക് മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട സിൻലാക്കു എന്ന സൂപ്പർ ടൈഫൂൺ ശാസ്ത്രജ്ഞർക്ക് ഈ അപൂർവ പ്രതിഭാസം നേരിട്ട് നിരീക്ഷിക്കാനുള്ള അവസരമൊരുക്കി. സാധാരണയായി വർഷത്തിൻ്റെ തുടക്കത്തിൽ പസഫിക്കിൽ ഇത്രയും ശക്തമായ ചുഴലിക്കാറ്റുകൾ രൂപപ്പെടാറില്ലെന്ന പ്രത്യേകതയും സിൻലാക്കുവിന് ഉണ്ടായിരുന്നു. സമുദ്രോപരിതലത്തിൽ അതിശക്തമായ കാറ്റും പ്രളയവും സൃഷ്ടിച്ച ഈ കൊടുങ്കാറ്റ് അതിന് മുകളിലുള്ള അന്തരീക്ഷത്തിലേക്ക് ഭീമൻ തരംഗങ്ങളെ പ്രസരിപ്പിച്ചു. അറ്റ്മോസ്ഫിയറിക് ഗ്രാവിറ്റി വേവ്സ് അഥവാ അന്തരീക്ഷ ഗുരുത്വാകർഷണ തരംഗങ്ങൾ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം ബഹിരാകാശത്തു നിന്നും കൃത്യമായി ദൃശ്യമാകുന്ന തരത്തിൽ ശക്തമായിരുന്നു. ഒരു നിശ്ചലമായ ജലാശയത്തിലേക്ക് കല്ലിടുമ്പോൾ ഉണ്ടാകുന്ന ഓളങ്ങൾക്ക് സമാനമായാണ് അന്തരീക്ഷത്തിൽ ഈ തരംഗങ്ങൾ രൂപപ്പെടുന്നത്. സിൻലാക്കു ചുഴലിക്കാറ്റിന്റെ കേന്ദ്രഭാഗത്ത് രൂപം കൊണ്ട അതിശക്തമായ വായുപ്രവാഹമാണ് ഈ തരംഗങ്ങൾക്ക് കാരണമായത്. കൊടുങ്കാറ്റിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഊർജം അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളിയായ ട്രോപ്പോസ്ഫിയറും കടന്ന് സ്ട്രാറ്റോസ്ഫിയറിലേക്കും മെസോസ്ഫിയറിലേക്കും പടരുകയായിരുന്നു. രാത്രികാലങ്ങളിൽ അന്തരീക്ഷത്തിലെ തന്മാത്രകൾ പകൽ ആഗിരണം ചെയ്ത സൗരോർജ്ജം പ്രകാശമായി പുറത്തുവിടുന്ന എയർ ഗ്ലോ എന്ന പ്രതിഭാസത്തിന്റെ സഹായത്തോടെയാണ് ഉപഗ്രഹങ്ങൾക്ക് ഈ തരംഗങ്ങളെ പകർത്താൻ സാധിച്ചത്. സാധാരണയായി അന്തരീക്ഷത്തിന്റെ മുകളിലെ പാളികളിലുള്ള ശക്തമായ കാറ്റ് ഇത്തരം തരംഗങ്ങളെ തകിടം മറിക്കാറുണ്ട്. എങ്കിലും സിൻലാക്കു രൂപപ്പെട്ട സമയത്തെ പ്രത്യേക അന്തരീക്ഷ സ്ഥിതി ഈ തരംഗങ്ങളെ കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുവാൻ സഹായിച്ചു. നോവ, നാസയുടെ അക്വ തുടങ്ങിയ ആധുനിക ഉപഗ്രഹങ്ങളിലെ അത്യാധുനിക ഉപകരണങ്ങളാണ് ഈ തരംഗങ്ങളുടെ സാന്നിധ്യം വ്യത്യസ്ത അന്തരീക്ഷ പാളികളിൽ കണ്ടെത്തിയത്. കൊടുങ്കാറ്റ് കാറ്റഗറി 2 നിന്ന് അതിശക്തമായ കാറ്റഗറി 5 അതിവേഗം മാറിയ 24 മണിക്കൂറിലാണ് ഈ തരംഗങ്ങൾ ഏറ്റവും ശക്തമായി ദൃശ്യമായത്. പസഫിക് മഹാസമുദ്രം പോലെ നേരിട്ടുള്ള നിരീക്ഷണങ്ങൾ പരിമിതമായ ഉൾക്കടലുകളിൽ ഒരു കൊടുങ്കാറ്റിന്റെ തീവ്രത എത്രത്തോളം വർദ്ധിക്കുന്നുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ ഈ ഗ്രാവിറ്റി തരംഗങ്ങളുടെ പഠനം കാലാവസ്ഥാ നിരീക്ഷകരെ സഹായിക്കും. ഇതിനായി പ്രത്യേക ഇൻഫ്രാറെഡ് ഇമേജിംഗ് സാങ്കേതിക വിദ്യയുള്ള ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചാൽ ചുഴലിക്കാറ്റുകളുടെ വളർച്ചയെയും അതിൻ്റെ ഭീഷണികളെയും കൂടുതൽ കൃത്യതയോടെ പ്രവചിക്കാൻ സാധിക്കുമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. കേവലം പ്രാദേശികമായ കാലാവസ്ഥാ പ്രവചനങ്ങൾക്ക് മാത്രമല്ല, ആഗോളതലത്തിലുള്ള അന്തരീക്ഷ വ്യതിയാനങ്ങളെയും ശീതകാലാവസ്ഥാ മാതൃകകളെയും മനസ്സിലാക്കാൻ ഈ തരംഗങ്ങൾ അത്യന്താപേക്ഷിതമാണ്. സ്ട്രാറ്റോസ്ഫിയറിലെ കാറ്റിന്റെ ഗതിയെ സ്വാധീനിക്കുവാൻ ഈ തരംഗങ്ങൾക്ക് ശേഷിയുണ്ട്. അതിനുമപ്പുറം ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ അതിർത്തിയായ അയണോസ്ഫിയറിലെ പ്ലാസ്മ സാന്ദ്രതയിൽ വ്യതിയാനങ്ങൾ വരുത്തുവാനും ഇവയ്ക്ക് സാധിക്കും. ഇത്തരത്തിൽ വ്യതിയാനങ്ങൾ ബഹിരാകാശ കാലാവസ്ഥയെ ബാധിക്കുകയും കൃത്രിമോപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകളെയും റേഡിയോ ആശയവിനിമയ സംവിധാനങ്ങളെയും തടസ്സപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. സമുദ്രോപരിതലത്തിൽ വീശിയടിക്കുന്ന ഒരു കൊടുങ്കാറ്റിന് ബഹിരാകാശത്തിന്റെ അതിർത്തിയെ വരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന സിൻലാക്കു ചുഴലിക്കാറ്റിന്റെ കണ്ടെത്തൽ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ വിവിധ പാളികൾ പരസ്പരം എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് അടിവരയിടുന്നു. വെബ് ഡെസ്ക് തത്തുമൈ TV.